അപ്പൊ ഗ്രൗണ്ട് റിയാലിറ്റി ഞാൻ ചോദിച്ചോട്ടെ, മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഒറ്റയടിക്ക് UDF-ലേക്ക് പോകുന്നു എന്ന ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ട് SDP-യുടെ വോട്ട് കിട്ടട്ടെ, അതായത് അങ്ങനെ മുഴുവൻ പോകണ്ട, അതിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നു എന്നതാണോ അതിന്റെ യാഥാർത്ഥ്യം? നിങ്ങൾക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ ചോദ്യമല്ലേ പ്രകാശൻ, അല്ലെങ്കിൽ അത് അല്ലാന്ന് പറഞ്ഞാൽ മതി. എന്റെ ചോദ്യമല്ലേ അത്? നിങ്ങൾക്ക് എന്താണ് ചോദ്യം? നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ നിങ്ങൾ കുട്ടിയൊന്നല്ലല്ലോ. ഞാൻ നിങ്ങള് മാഷും ഞാൻ കുട്ടിയൊന്നല്ലല്ലോ. ശരി, ഓരോ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന നിലപാടാണ്. ഞാൻ അധ്യാപകനാണ്, എനിക്കറിയാലോ. ഞാൻ കൃത്യമായ നിലക്കാ നിലപാട് പറഞ്ഞിരിക്കുന്നേ. ഇവിടെ നിങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് എനിക്കറിയാം. അതെന്താണ്? ആരുടെയെങ്കിലും ഒക്കെ വോട്ട് വേണ്ട എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. LDF-ന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരോടും വോട്ട് ചോദിക്കും. അതാണ് ഓരോ കാലത്ത് ഓരോ നിലപാട് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. കോൺഗ്രസിനും അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ VR അനൂപിലേക്ക് പോകുന്നു. അനൂപ്, ഇപ്പോൾ നിങ്ങൾ മാറ്റമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 77 സ്വീകരിച്ചൊരു നിലപാട്, 77 സ്വീകരിച്ച നിലപാട് ഇപ്പൊ കോൺഗ്രസ് അത്രയ്ക്കൊന്നും പുറകിട്ട് പോകണ്ടെന്നേ. നമുക്ക് ഈ 2024, 2025, 2026 കിടക്കുമ്പോൾ എന്തിനാണ് പുറകിലേക്ക് പോകുന്നത്? പുറകിലേക്ക് പോകുമ്പോൾ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അടുക്ക VR അനൂപ്, നിങ്ങൾക്ക് LDF-ന് അധിക്ഷേപിക്കാൻ എന്താണ് ഞാനൊരു ചോദ്യമല്ലേ ചോദിച്ചത്? അത്ഭുതം കാണുന്നില്ല. ഇല്ലില്ല, നിങ്ങൾ പറഞ്ഞ പ്രതികരണങ്ങൾ തന്നെ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും എടുത്തു ചോദിച്ചു. കാലമാണ് നിങ്ങൾ ഉന്നയിക്കുന്നു.